ഓക്കെ, അപ്പം ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റാണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ അക്കൗണ്ടാണ്. നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെയും ഫോർമാറ്റ് നോക്കിയതാണ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പം ഏകദേശം +2-നൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ അതിൽ വരുന്നത് നോർമലി ഉള്ളതുപോലെ തന്നെ അസറ്റ് എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് നോർമലി നമ്മൾ മെറ്റീരിയാലിറ്റി അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഏത് ബേസിൽ വേണം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും ലിക്വിഡായിട്ടുള്ള ഫോം മുതൽ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അസറ്റ് സൈഡ് ഓരോന്നായിട്ട് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഈ രണ്ട് ബാലൻസ് നമുക്ക് കിട്ടുക റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നോക്കിയാലാണ്. റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ആയിരിക്കും. ഈ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് നോർമലി നമുക്ക് ബാങ്ക് ബാലൻസ് ആയിട്ട് കിട്ടും. അതല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റെസീപ്റ്റ് സൈഡിലായിരിക്കും ബാലൻസ് കാണാൻ കഴിയുക. അതെന്താണെന്നുണ്ടെങ്കിലും ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ലയബിലിറ്റി സൈഡാണ് ക്യാഷ് അറ്റ് ബാങ്ക് കാണിക്കേണ്ടത്. അതിന് ക്യാഷ് അറ്റ് ബാങ്കിന് പകരം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നാണ് പേര് കൊടുക്കുക. ഇനി അതല്ല റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ബാലൻസ് വന്നതെന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കാം. ക്ലോസിംഗ് ബാലൻസ് ആണ്. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസ്, അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്പെൻസ് അപ്പം നെക്സ്റ്റ് ഇയറിലേക്കുള്ള എക്സ്പെൻസ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇക്കൊല്ലം തന്നെ അടച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കറണ്ട് അസറ്റാണ്. സോ അത് നമ്മൾ കറണ്ട് അസറ്റായിട്ട് കാണിക്കും. ഇനി ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ഇക്കൊല്ലം കിട്ടാനുള്ള ഏതെങ്കിലും ഒരു ഇൻകം, ഇൻട്രസ്റ്റോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റെൻറ്റോ ഡിവിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കിട്ടാനുണ്ടായിട്ടും എലിജിബിൾ ആയിട്ടും നമുക്ക് റിസീവ് ചെയ്തിട്ടില്ല, ഡ്യൂ ആയിട്ടും റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റ് തന്നെയാണ്. എന്തായാലും കിട്ടുന്ന ഷുവറാണ്. അപ്പോൾ അതും നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം നമുക്ക് കറണ്ട് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. ദെൻ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു കറണ്ട് അസറ്റ് തന്നെയാണ്. ഒരു കൊല്ലം നമ്മൾ വാങ്ങിയിട്ടുള്ള സ്റ്റോക്കിൽ ബാലൻസ് വന്നിരിക്കുന്ന എമൗണ്ടുകളാണ്. അതപ്പോൾ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് കാണിക്കുക. ഇനി ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ എവിടെയും കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണിക്കാം. പിന്നെ ഫേർണിച്ചർ പോലത്തെ ഫിക്സ്ഡ് അസറ്റിൻ്റെ കേസാണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫേർണിച്ചർ അങ്ങനത്തെ ഏത് തരം ഫിക്സ്ഡ് അസറ്റ് ആണെന്നുണ്ടെങ്കിലും അതിൽ സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ ആ സെയിൽ പ്രൈസ് കുറച്ചിട്ടും, അതുപോലെ പർച്ചേസ് നടന്നിട്ടുണ്ടെങ്കിൽ പർച്ചേസ് കൂട്ടിയിട്ടുമാണ് നമ്മൾ കാണിക്കേണ്ടത്. പിന്നെ ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ അതെന്തായാലും കുറച്ച് കാണിക്കുകയും വേണം. അപ്പോൾ സെയിൽസും പർച്ചേസും വരുന്ന സമയത്ത് ഇതിലേക്ക് അഡീഷണലി നമ്മൾ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടെ ചെയ്യേണ്ടി വരും. സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മളുടെ കയ്യിൽ നിന്ന് പോയല്ലോ, അപ്പോൾ ഫർണിച്ചറിൽ ആ ഒരു എമൗണ്ട് നമ്മൾ കുറയ്ക്കേണ്ടി വരും. പർച്ചേസ് നടന്നിട്ടുണ്ടെങ്കിൽ അത്രയും കൂടെ നമ്മളുടെ ബാലൻസിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ പുതിയതായിട്ട് വന്നിട്ടുള്ളതിൻ്റെ വാല്യൂം കൂടെ ആഡ് ചെയ്ത് കാണിക്കേണ്ടി വരും. ഇനി അതിൻ്റെയൊക്കെ ഡിപ്രിസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടായിരിക്കും. ഇനി ഈ സൈഡിൽ ഇനിയും ഡെറ്റേഴ്സിൻ്റെ എമൗണ്ടൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ ഓരോ കേസ് വരുന്നതിനനുസരിച്ച് നമുക്ക് നോക്കാം. ഇനി ബാലൻസ് ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ നമുക്ക് വരുന്ന കറണ്ട് ആയിട്ടുള്ള ലയബിലിറ്റീസ് ഏതാണെന്നുണ്ടെങ്കിലും ആദ്യം കൊടുക്കാം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്. അതായത് 2 കൊല്ലത്തേക്കുള്ള ഒരു ഇൻകം നമുക്ക് ഒറ്റയടിക്ക് ഇപ്പം കിട്ടുകയാണ്. അപ്പോൾ അത് ഇപ്പം നിലവിൽ നമുക്കത് കിട്ടിയിട്ടുണ്ടെങ്കിലും അത്രയും കൊല്ലം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനോട് നമ്മൾ ലയബിൾ ആയിരിക്കും, അത്രയും സർവീസ് അത്രയും കൊടുക്കുക എന്നുള്ളത്. സോ അതൊരു ലയബിലിറ്റി തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ലയബിലിറ്റി സൈഡ് കാണിക്കണം. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ, വിച്ച് മീൻസ് എക്സ്പെൻസ് ഡ്യൂ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, ചിലപ്പം കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ കേസിൽ നമ്മൾക്ക് ഡ്യൂ ആയിട്ടും പേയ്മെൻറ്റ് നടത്താൻ പറ്റാത്ത എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അതിനെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. and അതുപോലെ അത് കറണ്ട് ലയബിലിറ്റി ആയിട്ട് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. ഇനി ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കൊല്ലത്തെ ലയബിലിറ്റി സൈഡ് കാണിക്കണം. ദെൻ ലോൺസ്, എവിടെന്നെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലോണ്, അതുപോലെ സ്പെസിഫിക് ഫണ്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫണ്ട്, നമ്മൾ പറഞ്ഞു പ്രൈസ് ഫണ്ട് അല്ലെങ്കിൽ ടൂർണമെൻറ്റ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എമൗണ്ട് കാണിക്കണം. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻകം അതിനോട് കൂടെ ആഡ് ചെയ്ത് കാണിക്കുക സ്പെഷ്യൽ ഫണ്ട് ആവുന്ന സമയത്ത്.
അതേസമയം സ്പെഷ്യൽ ഫണ്ട് എന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നാണ് നമുക്ക് ഇൻകം കിട്ടുന്നതെങ്കിൽ അത് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് കാണിക്കുക. ദെൻ ഈ സ്പെഷ്യൽ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസ് അതൊന്ന് കുറച്ചിട്ട് വേണം കാണിക്കാൻ. ദെൻ ക്യാപിറ്റൽ ഫണ്ടാണ് അടുത്തത്. ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുമ്പം ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ. അതിനോടുകൂടെ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലുണ്ടാകും അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലുണ്ടാകും. അതിനോടുകൂടെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന സർപ്ലസ് ആഡ് ചെയ്യുക, ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യാം. ഇനി മറ്റ് ക്യാപിറ്റലൈസ്ഡ് റിസീപ്റ്റുകൾ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് പലതരത്തിലുള്ള ജനറൽ ഫണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സെയിൽസിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ ഫണ്ടോ അങ്ങനെ എന്തെങ്കിലും ക്യാപിറ്റലൈസ്ഡ് റിസീപ്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിലാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ജനറൽ സിമ്പിൾ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസിൽ തന്നെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ അസറ്റിൻ്റെ സെയിൽ, പർച്ചേസ് അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. ഇതാണ് നമുക്ക് നോർമലി ഒരു ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും കൂടെ അടുത്ത ക്ലാസ്സിൽ നോക്കാം.